മദ്യലഹരിയിൽ ചിലർ വീടിനുള്ളിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ്. ഇത് കുരുന്നു മനസ്സുകളിൽ ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോൾ ദീർഘനാൾ വേണ്ടിവരും. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരിയായ മകളെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചത് മദ്യലഹരിയിലാണ്. പരാതിക്ക് പിന്നാലെ കുണ്ടറ സ്വദേശി ഷിബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തികഞ്ഞ മദ്യപാനിയായ ഇയാൾ സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. ൽ അമ്മയുടെ അച്ഛനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഷിബു. കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി ചുമത്തപ്പെട്ടിരിക്കുന്നത്. 10 വയസ്സുകാരിയായ മകളെ ലഹരിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. തോളല് പൊട്ടിയതടക്കം ഗുരുതരമായി പരിക്ക് പറ്റിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെ ഷിബു സുഹൃത്തുക്കളുമൊത്ത് വീട്ടിലിരുന്ന് മദ്യവെച്ചിരുന്നു. തുടർന്ന് കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വെക്കാത്തത് എന്താണെന്ന് ചോദിച്ച കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അച്ഛൻ ചോദിച്ച് തുണി മടക്കാത്ത എന്താണെന്ന് ചോദിച്ച് അടിച്ച് കതവി കൊണ്ടുവന്ന് തലയൊക്കെ ഇടിപ്പിച്ച് പിന്നെ തോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി. അമ്മ ജോലിക്ക് പോയിരുന്നേ, ഞാനും അനിയത്തി അച്ഛനും ഉള്ളായിരുന്നു. ഉണ്ടായിരുന്നു. ഈ സമയം കുട്ടിയും അനുജത്തിയും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. മർദ്ദന വിവരം പുറത്തു പറയരുതെന്ന് പറഞ്ഞ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മാതാവ് പറയുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത്. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങളെ ഉപദ്രവിക്കും ഇതിൻ്റെ പേരും പറഞ്ഞ്. അങ്ങനെ ഞാൻ കള്ളത്തരം പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റേഷനിൽ പോയത്. നേരത്തെ കഴിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ 2-3 വട്ടം ഞാൻ കൊണ്ടുവന്ന് ഇതെനിക്ക് കുണ്ടറ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. അന്ന് മക്കളുമായിട്ട് വന്ന് മക്കളെ കൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അമ്മ വെറുതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിച്ച് അവിടുന്ന് ഒത്തീർപ്പാക്കി അവർ വിടും. ഷിബു പ്രതിയായ കേസിൽ ഏകദൃക്സാക്ഷിയാണ് മർദ്ദനമേറ്റ 10 വയസ്സുകാരി. മൊഴി മാറ്റി പറയാൻ വേണ്ടിയാണോ കുട്ടിയെ മർദ്ദിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.